എന്റെ അമ്മേ. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവാ യെസ് കമിൻ. പുതുപ്പെണ്ണെന്താ ഈ വേഷത്തില്? ഇപ്പഴാ ഒരു റിലീഫ് കിട്ടിയത്. വെറുതെ പട്ടുസാരിയും വലിച്ചു വാരി ചുറ്റി കുറെ ആഭരണം ഇട്ട് എന്തൊരു ചൂടായിരുന്നു, വേർത്തൊഴുകായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഞാൻ സാരി ഉടുക്കുന്നത്. യാ ഫോർ ദ ഫസ്റ്റ് ടൈം. AC ഇല്ലേ? അസിസ്റ്റന്റ് കമ്മീഷൻ ലീവിലാ. അതല്ല, AC എയർ കണ്ടീഷണർ. അയ്യോ, അതിനൊക്കെ ഒരുപാട് ചിക്കിലി വേണ്ടേ? കമ്മീഷണറുടെ ശമ്പള സ്കെയിൽ എത്രയാണെന്നേ DGPക്ക് അറിയാം. അല്ലെങ്കിൽ പിന്നെ കൈക്കൂലി മേടിക്കണം. AC വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ടൊന്ന് വാങ്ങിപ്പിക്കുവോ? എന്റെ കുടുംബാന്തരീക്ഷമൊക്കെ ഗീതുവിന് മനസ്സിലായി കാണുമല്ലോ. സംഗീതയെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ മരണം. ഞാനും സഹോദരിമാരും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനവരെ വളർത്തിയത് സഹോദരിമാരെ പോലല്ല, സ്വന്തം മക്കളെ പോലെ. അടുക്കള കാര്യങ്ങള് ഞങ്ങളെല്ലാം ചേർന്നാ ചെയ്യുന്നത്. കുട്ടന്മാർക്കെല്ലാം അറിയാം. കുട്ടന്മാരോ? അതാരാ? സാവിത്രിയും സംഗീതയും എനിക്ക് കുട്ടന്മാരാ. എന്റെ സംഗീതയും സാവിത്രിയും ഇന്നു മുതൽ ഞാനങ്ങടെ ഏൽപ്പിക്കുക. ഗീതു അവർക്ക് വെറും നാത്തു മാത്രമല്ല, അമ്മ, സഹോദരി, ഏട്ടത്തി, കൂട്ടുകാരി ഒക്കെ ആയിരിക്കണം. ആയിരിക്കുന്നറിയാം. പാല് തണുക്കുന്നു. ഓ സോറി, ഞാനതങ്ങ് മറന്നു. ആദ്യ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത്. കുടിച്ചോ? എനിക്ക് വേണ്ട, ഞാൻ പാല് കുടിക്കില്ല. അല്ല, ആദ്യ രാത്രി ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി? അത് സാരില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. കറക്റ്റ്, ഗീതു പറഞ്ഞാൽ ശരി. ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കുടിക്കുന്നതിലല്ല, അയാളെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നതിലാണ് സ്നേഹം. കുടിക്കട്ടെ? ഇനി ലൈറ്റ് അണയ്ക്കണം, കിടക്കണം. എന്താ അതിലും വല്ല വ്യത്യാസമുണ്ടോ? ഇനി ചേഞ്ച്? ഇടുക്കിയിൽ ഭൂമി കുലുക്കം, മലവെള്ളപ്പാച്ചിലിൽ വൻ നാശനഷ്ടങ്ങളുണ്ടായി. ചായ. മിടുക്കി. അതിരാവിലെ ഭർത്താവിന് ഒരു കപ്പ് ചായ കൊണ്ട് തരാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. ഭാര്യമാരായാൽ അങ്ങനെയാ വേണ്ടത്. സന്തോഷായി. ഇന്നലെ ബാക്കി പാല് നിരസിച്ചപ്പോ ഒരല്പം വിഷമം തോന്നി. തണ്ടല്പം കൂടുതലല്ലേന്നൊന്നും സംശയിച്ചു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിട്ടോ. രാവിലെ കുളിച്ച് ഈറൻമുടിയിൽ തുളസിക്കതിരും ചൂടി ചന്ദനക്കുറിയും ചാർത്തി കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി എന്റെ മുന്നിൽ അവതരിച്ചു നിൽക്കുന്ന മലയാള തനിമയുള്ള സുന്ദരി ഗീതാ റാണി, നിനക്ക് സ്വാഗതം. നിങ്ങളോ? ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചിലിങ്ങനെ. എല്ലാം കേട്ടു. സഞ്ജീവൻ ഐപിസിന്റെ പ്രേമ സാഹിത്യം കലക്കി കേട്ടോ. അപ്പൊ എടുത്തിന്നലെ ബാക്കി പാല് കുടിച്ചില്ലല്ലേ? എന്താ എന്താ എത്ര ചിരിക്കാൻ? ജോക്ക് വല്ലതാണെങ്കിൽ ഞാനും കൂടി കേക്കട്ടെ. അല്ല, ഞങ്ങൾ ചായ ഉണ്ടപ്പം ഏട്ടത്തിയാണ് ധരിച്ച്. ഏട്ടൻ കൊറേ ഡയലോഗ്. ഏട്ടത്തി ഒന്ന് കേൾക്കണമായിരുന്നു. നല്ല സാഹിത്യം. അതാണോ കാര്യം? ഇതുവരെ നിങ്ങളെ സഹോദരനും സഹോദരിമാരും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നിരിക്കാം. പക്ഷേ ഇനി മുതൽ വൈഫിന് എവിടെ സ്ഥാനം, അത് മറക്കരുത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. അല്പം പ്രൈവസി ഒക്കെ വേണം. എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ സഞ്ജു? ദൈവമേ, സാധാരണ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നതാ പതിവ്. ഇവള് പുരയിടിച്ച് നിരത്തുവോ? എന്താ ഗീതു ഇങ്ങനെയൊക്കെ? അവര് കുട്ടികളല്ലേ? എന്താ പേടിച്ചു പോയോ? ഇതാ ഗീതു. ഞാനൊരു തമാശ പറഞ്ഞത് എന്റെ കുട്ടികളെ. ഡോണ്ട് ബി സില്ലി. ഇത് ഗീതുന്റെ ഒരു നമ്പരാ. ഇതുപോലെ ഒരുപാട് നമ്പറുകൾ ഇനി ഉണ്ടാവുമോ? എക്സ്ക്യൂസ് മീ മാഡം, ഫുഡ്? യെസ്. I want vegetable au gratin, chicken steak on sizzler, American chop suey, chicken saslik, chicken rolls,
and spaghetti alla Italiana, and dinner rolls. What about you, Sanju? 1 plate of tapioca, curry of Nattoli, 2 broken kandari molagu mixed with salt, rice soup with rasa. മനസ്സിലായില്ലേ? മരച്ചീനി പുഴുങ്ങിയതും നത്തോലിക്കറിയും ചതച്ച 2 കാന്താരി മുളകും രസം ഒഴിച്ച നല്ല ചൂട് കഞ്ഞിവെള്ളവും. എന്താ സഞ്ജു ഇത്? എനിക്ക് ഈ കുന്തങ്ങളുടെ പേരൊന്നും അറിഞ്ഞുകൂടാ. ആനക്കെടുപ്പത് നീ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ ബാലൻസ് നീ കഴിക്കില്ലെങ്കിലും നിന്റെ ബാലൻസ് ഞാൻ കഴിച്ചോളാം എന്റെ DGPയുടെ മോളെ. ഹണിമൂണാണ്, ചേട്ടനൊന്ന് പുറത്തു പോവോ? അയ്യോ അണ്ണാച്ചി അപ്പടിയേ പോങ്ക പോങ്ക. ഓ ഞങ്ങളുടെ കുളി കഴിഞ്ഞു. ഏട്ടനും ഏട്ടത്തിയും കുളിച്ചോ? സഞ്ജു, ഒരു കുറവുണ്ട്. അതെന്താ? സഞ്ജുവിന്റെ അച്ഛനെ കൂടെ കൂട്ടായിരുന്നു. അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോടി. സഞ്ജു, നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മതി, ആ ചൂടങ്ങ് മാറി കിട്ടും. തല നല്ലോണം തോർത്തണേ. Food ready? അയ്യോ, എന്തുമാത്രം സാധനങ്ങളാ! ഇതെന്താ ഏട്ടത്തി? അമേരിക്കൻ ചോപ്സ്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അതങ്ങനെ ആയതുകൊണ്ട്. എനിക്ക് നല്ല വിശപ്പെടുത്തി, ഞാൻ കഴിച്ചോട്ടെ. സഞ്ജു, ഇവർക്ക് വിശക്കുന്നു, കഴിച്ചോട്ടേന്ന്. ആ കൊടുത്തോ, ഞാൻ എടുത്തുതരാം. ഞാനൊരു അവിവാഹിതനാണെങ്കിലും മറ്റുള്ളവരുടെ ഹണിമൂൺ കഥകൾ കേൾക്കുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണോ. താൻ പറഞ്ഞോ, അങ്ങനെ ഷോപ്പിൽ കഴിഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ച് ബോൾട്ടിട്ടു. എന്നിട്ട് അങ്ങനെ ഓസിന് സാർ എല്ലാം കേട്ട് സൂഹിക്കണ്ട. കാശ് മുടക്കി ഒരു പെണ്ണ് കെട്ടണം സാർ. വേണ്ടടോ, ഇംഗ്ലീഷുകാർ പറയാറുണ്ട് ഒരു പുരുഷൻ ലൈഫിൽ 3 റിങ്ങാ ധരിക്കുന്നതെന്ന്. വിവാഹ നിശ്ചയ ദിവസം എൻഗേജ്മെന്റ് റിംഗ്, വിവാഹ ദിവസം വെഡിങ് റിംഗ്, വിവാഹം കഴിഞ്ഞാൽ സഫർ റിംഗ്, അതായത് സഫറിംഗ്, കഷ്ടപ്പാട്. എനിക്കിനി വയസ്സുകാലത്ത് സഫർ ചെയ്യാനൊന്നും പയ്യടൂ. മഹാകവി ഉള്ളൂർ പാടിയിട്ടുണ്ട്, ഉത്തമതരനായി വാഴണം പുമാനെങ്കിൽ വിത്തവും കൊതിച്ചിടാ സ്ത്രീധന സമ്പർക്കവും എന്ന്. ഉള്ളൂർ അങ്ങനെ പാടിയിട്ടുണ്ടോ സാർ? അതിന് താൻ ഉള്ളൂരിന്റെ എല്ലാ കാവ്യങ്ങളും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ താൻ വായിക്കാത്തതിലുള്ളതാ. ശരി സാർ. മിസ്റ്റർ സഞ്ജീവൻ, ആ ചൈതന്യ നഗറിലെ ഇഷ്യൂ വീണ്ടും പോകുന്നുണ്ട്. അതൊരിക്കൽ സോൾവ് ചെയ്താണല്ലോ സാർ. ആണ്, പക്ഷെ എന്തോ ദുരൂഹതകള്. ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ചിലപ്പോ താൻ തന്നെ ആ കേസ് നേരിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നേക്കും. ഓക്കെ സർ. സാർ, മാഡം വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. സുപ്രിയ TVക്കാരെത്തി, ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. ആ എന്താണോ TV-കാരൊക്കെ, താൻ അഭിനയം തുടങ്ങിയോ? അല്ല സാർ, ഇത് ഈ മനം പോലെ മംഗല്യം പരിപാടി, എന്തോ മാതൃകാ ദമ്പതികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രോഗ്രാം. അതിന് നിങ്ങൾ മാതൃകാ ദമ്പതികളാണോ എന്ന് തീരുമാനിക്കാൻ സമയമായിട്ടില്ലല്ലോ. അതൊക്കെ TV-കാര് തീരുമാനിച്ചോളും സാർ. ഹായ് സഞ്ജു. ഹലോ. ഇതാരിത്? ഐശ്വര്യ റോയ്ക്ക് സുസ്മിതാ സെല്ലുണ്ടായ മോളോ? അതെ, ഡ്രസ് കലക്കി. താങ്ക് യു. എന്നാ പെട്ടെന്ന് IPS പോയി ഒരു ഷാരൂഖ് ഖാനോ അമിതാഭ് ബച്ചനോ ആയാലും. സമയം വൈകുന്നു. ഓക്കേ. ചായ. ഷൂട്ടിങ്ങിന് പോകാനുള്ള ഡ്രസ്സാ, മതിയോ നോക്ക്. ധാരാളം മതി. ഏട്ടനും എടുത്തി അഭിനയിക്കുന്ന സിനിമ എന്നാ TV-യിൽ വരുന്നേ? സിനിമയല്ല കുട്ടാ, ഫാമിലി ഷോ. അവരെപ്പോഴെങ്കിലും കാണിക്കും. രണ്ടുപേരും തകർത്ത് അഭിനയിച്ചേക്കണം കേട്ടോ.